അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി കുറച്ച് ദിവസമൊക്കെ എടുത്തിട്ട് പിന്നെ വേറൊരു പ്ലേസിലേക്കാട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇറങ്ങി പിന്നെ നടക്കൽ പിന്നെ എപ്പോഴും നമുക്കൊരു ടാസ്ക് ആണല്ലോ. അങ്ങനെ നടന്ന് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ടോ. ഇവിടെ ആണെങ്കിൽ കുറച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ. കുറേ മരങ്ങളൊക്കെ വരുന്ന ഒരു പ്ലേസാണ്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് എടുക്കാനിപ്പം ഫസ്റ്റ് ചിന്തിച്ചത് എന്താണെന്നറിയോ, ഇതൊക്കെ പ്രകൃതിൻ്റെ വരദാനല്ലേ, ഇതിനെന്തിനാണാവോ പൈസ വാങ്ങുന്നത് എന്നാട്ടോ ഞാൻ ചിന്തിച്ചത്. കാരണം പൊതുവേ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളൊക്കെ ആണെങ്കിലാണല്ലോ അവിടെ നിന്ന് പൈസ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും നടന്ന് കാണാം, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം എന്നുള്ളൊരു കാര്യമില്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്തിനാണോ പൈസ വാങ്ങുന്നത് എന്നാട്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായത്. എന്തോ അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലാണ്ട് അവർ പൈസ വാങ്ങൂലല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എത്തിയിട്ടുള്ളത് വേറൊരു ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് പിന്നെ നല്ല അടിപൊളി വൈബ് സ്ഥലം തന്നെ കേട്ടോ. ചുറ്റും കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ ആ പാലത്തിലൂടെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ ഈ ഒരു ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പണ്ടേ ശീലമല്ലല്ലോ, അതങ്ങനെ വായിച്ചു നോക്കിയില്ല കേട്ടോ, ഒന്ന് ഓടിച്ചിട്ട് നോക്കി. അങ്ങനെ നമ്മൾ പിന്നെ ഈ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എത്തിയപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. സംഭവം തേയിലാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മൈലാഞ്ചിൻ്റെ സ്മെല്ലാട്ടോ തോന്നിയിട്ടുണ്ടായത്. അങ്ങനെ ഇങ്ങനെ കുറേ പ്രോസസ്സിലൂടെ ആട്ടോ ഇത് ചായപ്പൊടി ആകുന്നത്. ഇത് വന്നിട്ടൊരു 10-12 പ്രോസസ്സ് എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ അതിലും കൂടുതൽ ഉണ്ടാവാനാട്ടോ സാധ്യത. കാരണം ഇതിലൂടെയൊക്കെ വന്ന് അരിച്ച് തരിച്ച് പിന്നെ ഇവിടെ ഈ താഴെ എത്തിയിട്ട് പിന്നെ അതിങ്ങനെ ചായപ്പൊടി ആകുന്നത് കേട്ടോ. ശരിക്കും ഈ ചായപ്പൊടി മാത്രമല്ല, ഇങ്ങനെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആലേ പല പ്രോസസ്സിലൂടെയും കടന്നു പോകുന്നത്. നമ്മളിതൊക്കെ അറിയുന്നുണ്ടോ? നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു കാര്യമൊന്നും ചിന്തിക്കുന്നില്ലല്ലേ. ആസ്വദിക്കാൻ മാത്രമല്ല കേട്ടോ, ഇതൊരു ചായ ആക്കിയിട്ട് കുടിച്ച് ആസ്വദിക്കാൻ അവർ തന്നിരുന്നേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.